ഔട്ട്ഫിറ്റ് ഫ്രം സ്റ്റൈൽ യൂണിയൻ വിസിറ്റ് ചെയ്യണം. ഔട്ട്ഫിറ്റ് ഫ്രം സ്റ്റൈൽ. ഹേ ഗൈസ്, എൻ്റെ ചെറിയ ഷൂട്ടിംഗ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് കണ്ടാലോ? ഗൈസ്, ഒരു ഡാൻസ് കാണിച്ചു. നമ്മൾ കൂടുതൽ വെയിൽ കുറഞ്ഞ സമയത്തായിരിക്കും നമ്മളെപ്പോഴും ഷൂട്ടിന് വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് അത്യാവശ്യം ഈ ഒരു ലൊക്കാലിറ്റി നല്ല ഇടുവങ്കാവ് ലൊക്കാലിറ്റിയിൽ നമ്മൾ എല്ലായിടത്തും വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലായിടത്തും വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും ഉൾട്ടാ പിൾട്ടാവിലേക്ക് സ്വാഗതം. ഇത് പിൾട്ട, ഇത് ഉൾട്ട. ഇത് റൈറ്റ്, ഇത് റൈറ്റ്, ഇത് ലെഫ്റ്റ്. നടക്കൂടാ. പിന്നെ ഞാൻ ജമിനി എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ? ഹൗ ടു സോൾവ് റുബിക്സ് ക്യൂബ്. Then the right side എന്തെങ്കിലും ഇങ്ങോട്ട് തിരിക്കേ, ഇങ്ങോട്ട് തിരിക്കേ, ഇങ്ങോട്ട് തിരികെ. ആ പയ്യെ തിരിക്കുന്നത്. ടോപ്പ് ലെയർ നമുക്കിനി കുറേ ആൾക്കാർ വരാനുണ്ട്. ഇന്നത്തെ വ്ളോഗ് ഒരു ചെറിയ വ്ളോഗായിരിക്കും. നമ്മുടെ ഷൂട്ടിങ്ങും പിന്നെ കുറച്ച് കോപ്രായങ്ങളും മാത്രം കാണത്തുള്ളായിരിക്കും. നോക്കാം. എന്തായാലും മഴ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. ഓണ്ടി വേയാണ്, മഴയെന്ന് പെയ്യും. കയ്യൊക്കെ കൺഫ്യൂഷൻ. ഒരു ഉമ്മ വെച്ച് കൊടുക്കും. ആമ്പിള്ളേർക്കായാലും കൊടുക്കും. നിങ്ങൾ അവിടുന്ന് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് നേരെ മലട്ടക്കാവ്. ഒരു അതിഥി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. കൊല്ലത്തിനടുത്തല്ലേ? അത് വേണ്ട കേട്ടോ. നമ്മള് പിന്നെ അടുത്ത ടേക്കിലേക്ക് പോവാണ്. ഷൂട്ടൊക്കെ നമുക്ക് എത്ര എളുപ്പമുള്ള കാര്യമാണ്. ഷൂട്ട് ചെയ്യുന്നത് എളുപ്പമാണ്, പിന്നെ അതിനകത്ത് അഭിനയിക്കുന്ന അതിലും പാടാണ്. നമ്മൾക്ക് എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ റീടേക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ കണ്ടിന്യൂറ്റി നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പറയുന്നത്ര എളുപ്പമൊന്നുമല്ല. ഗൈസ്, അടുത്ത വീഡിയോയുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് ഒരു 5 വീഡിയോ എടുക്കാവുള്ളൂ. ഞാൻ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. അതിന് മുന്നേ ഈ വീഡിയോകളൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ട് പോകാനാ. സ്ഥലം പിന്നെ പറയാം. കണ്ടന്റ് ആണ് മെയിൻ വിഷയം. കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. ഒന്നുകൂടെ എയർപോർട്ട് വരെ പോകേണ്ടി വരും. മകനെ മടങ്ങി വരുമെന്നും പറഞ്ഞ് കൊടുക്കല്ലേ, ഞാനും കൂടെ പോകുന്നുണ്ട്. മാതൃഭൂമി ലെറ്റർ അയക്കുമ്പോ മകനെ മടങ്ങി വരുന്നു. അങ്ങനെ ലെറ്റർ ഒന്നും ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോഴേ എവിടെയെങ്കിലും മുങ്ങും. ലൊക്കേഷൻ ടു ലൊക്കേഷൻ. അടുത്ത ലൊക്കേഷനിലോട്ട് പോയിട്ട് വരാം. വ്ളോഗിനെ കുറിച്ച് 2 വാക്ക് പറയാൻ ഒരാളെ ഏൽപ്പിക്കാം. ഔട്ട്ഫിറ്റ് ഫ്രം സ്റ്റൈൽ യൂണിയൻ. ഇത് മാത്രമാണ് ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് തോന്നുന്നു. നിങ്ങൾ എല്ലാവരും കൊല്ലത്ത് സ്റ്റൈൽ യൂണിയൻ വിസിറ്റ് ചെയ്യണം. ഔട്ട്ഫിറ്റ് ഫ്രം സ്റ്റൈൽ യൂണിയൻ. വ്ളോഗിനെ പറ്റി 2 വാക്ക് പറ. ഇപ്പൊ ഡെയിലി വ്ളോഗ്സ് ഒക്കെ ഇടുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും മനസ്സിൽ കാണാതെ ഒന്നും ചെയ്യത്തില്ല. അതിന്റെ ഒന്നും അല്ല, റോഡ് വർത്താനം. പറഞ്ഞോ. എടാ, അത് കറക്റ്റ് ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഞാനൊരു ഫലൂഡ വാങ്ങിച്ചു തരാം. ഏതായാലും അതാണോ ജനറൽ പ്രാക്ടീഷണർ? തെറ്റാണ് ഇവൻ പറഞ്ഞത്. പ്രാക്ടീഷണർ അല്ലല്ല, ഞാൻ പ്രാക്ടീഷണർ. എനിക്കറിയാം. എന്ന് പ്രാക്ടീഷണർ. അയ്യേ, ഫലൂഡ വാങ്ങി. എത്ര ക്ലാസ് വരെ പഠിച്ച് ഇവൻ അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ നെക്സ്റ്റ് ചലഞ്ച്. മിസ്സലേനിയസിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയൂ. അനന്ത് പറ. മിസ്സലേനിയസ്. ഇത് ഇടാറുണ്ട്, ആരും കാണാത്തയാ.
സൺഡേ വ്ലോഗ് ഇട്ടായിരുന്നു. റോളിംഗ് പൈസപ്പൊക്കെ കാണിക്കുന്നത്. ആക്ഷൻ. മിസ്സലേനിയസ് പറയണം. MIZA. തെറ്റി. നീ ആദ്യം നിനക്ക് ആരാ കേട്ടിട്ട് തന്നെ അവരെ മന്ത്രിസഭയിൽ നിന്ന് പിരിച്ചുവിടാം. ഞാൻ പറ്റിക്കുക എനിക്കറിയാം. ഇന്നലെ കേട്ടിട്ട് കിട്ടി. ഇവൻ എന്ത് എഴുതിയിട്ടാ കേട്ടിട്ട് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവന് മിസ്സലേനിയസിന്റെ ഇതെന്താ ഞാൻ കട്ടിയത് കളയാം. അത് വേറെ കാര്യം. വിദ്യാഭ്യാസമുള്ള കുട്ടികളെ വളർത്തിയെടുക്കുന്ന തലമുറയാവണം നമുക്ക് വേണ്ടത്. അടുത്ത കോസ്റ്റ്യൂം ഇട്ടു. അപ്പൊ അടുത്ത സീൻ. ഓക്കെ, എന്താണ് ഇപ്പൊ അടുത്ത ഔട്ട്ഫിറ്റ്? എന്ത് ചെയ്താലും ഉറക്കക്ഷീണം മാറത്തില്ല. കണ്ണെല്ലാം കറകറാന്നിരിക്കുന്നു. എന്താ ഇതിങ്ങനെ? ഇന്നലെ നേരത്തെ ഉറങ്ങാറുണ്ട്, എന്നിട്ട് അടങ്ങിയിരിക്കുന്നു. കയ്യില് മുറിവ് കണ്ട അരിമാന് തല ഇറങ്ങി. ക്യാമറമാൻ ഛർദിച്ചു. ഛർദിച്ചെടുത്ത് അവിടെ കിടക്കുന്നു. കൈ മുറിഞ്ഞു. കൈ കാണിച്ചേ. കണ്ടോ? അത് കണ്ടിട്ട് കൊണ്ട് അവൻ ഛർദിച്ച് കിടക്കുന്നു. ആണല്ലോ ചോര കണ്ട് ഛർദിച്ചോടാ. എടാ ഞാൻ കണ്ടിച്ചു കൊടുത്ത് നീ ഇല്ലോടെ ഛർദിച്ചത്. ഞാനല്ലേ ഛർദിക്കുന്നത്. നമുക്ക് ചോര പേടിയില്ല. ഈ രക്തം കണ്ടാ ഛർദിക്കുന്നതിന് എന്ത് ചെയ്യണം? മഞ്ഞയല്ല ജമിനി, ഇവന് രക്തം കണ്ടാ പേടിയാ. ഇവൻ എന്തോ ചെയ്യണം? അണ്ണാ ഞാൻ ഒരു കാര്യം പറയട്ടെ അണ്ണാ ജമിനി, ദാ ഇവന് രക്തം കണ്ടാ പേടിയാ. ഇവൻ എന്തോ ചെയ്യണം? ഇവന് ബ്ലഡ് കണ്ടാ അങ്ങനെ പേടിക്കുന്ന നല്ലോണ്ട് കമന്റ് ചെയ്യാം. നമുക്ക് ആ പേടിയൊന്നുമില്ല. സ്വാഭാവികമാണ്. നമുക്ക് ക്യൂബ് സോൾവ് ചെയ്യുന്നതിലേക്ക് തിരിച്ചു വരാം. നല്ല PN ഹോസ്പിറ്റൽ. ഇയാൾക്ക് രക്തം കണ്ട പേടിയാ. കമ്മിറ്റ്മെന്റ്. വേണ്ട, വണ്ടി റെഡി. ബ്ലഡ് എന്റെ തല ഇറങ്ങുന്ന ആക്കില്ല. 1 മണിക്കൂറായിട്ട് എടുത്ത ഒരു ക്യൂബിസ് എന്തുകൊണ്ട് പേര് റൂബിക്സ് ക്യൂബ് കൊണ്ട് ഇരിക്കുന്നു. മിസ്സലേനിയസിന്റെ സ്പെല്ലിംഗ് അറിഞ്ഞൂടാ, പ്രാക്ടീഷണർ പറയാൻ അറിഞ്ഞൂടാ. നിനക്ക് ആരാടാ കേട്ടിട്ട് തന്നെ? ഇതൊക്കെ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഞാൻ പല നമ്പർ ഇനി കേറ്ററ്റിന് 82 മാർക്ക് കിട്ടിയത് ജസ്റ്റ് പാസ്സാ. അല്ല, 82 മാർക്ക് വേണം ജയിക്കാൻ. എനിക്ക് കിട്ടിയത് 102 കിട്ടി. 102 കിട്ടി. 20 ഓഫറിനെ കണ്ട് തന്നതാ. കച്ചറ സോറക്കില്ല. ശരി, നോക്കട്ടെ, കാണിച്ചേ. ഇവിടുന്ന് പെട്ടെന്ന് എണ്ണിക്കിട്ട്. ഓക്കെ ബൈ. അങ്ങനെ ലാസ്റ്റ് നിമിഷം അവനെ ശരിയാക്കി. ഇതിൽ ഇളക്കി ഇട്ടോടാ. ഇത് ഒരുത്തെ ഇളക്കി തിരിച്ചു വെച്ചിരുന്നു. ഞാൻ കറക്റ്റ് ചെയ്തു. ഇപ്പഴല്ലേ ശരിയായ. ഓക്കെ ബൈ. നമ്മളുടെ ആഹാരം ചക്ക, മീൻ വറുത്തത്, മീൻ. ഡയറ്റ് അല്ലേ? ചിമ്മി ഡയറ്റ് എന്നൊക്കെ പറഞ്ഞു. എന്റെ അടുത്ത് പറഞ്ഞ ചോറ് പോലും കഴിക്കത്തില്ലെന്ന്. ചോറ് കഴിക്കുന്നില്ല, ഓൺലി വെജിറ്റബിൾസ് മാത്രം വന്നു പറഞ്ഞ് നടച്ചെടുക്കുന്നു. അമ്മ ഒരു പ്ലേറ്റ് നിറച്ച് ചോറിട്ടതാ. ഞാൻ പകുതി എടുത്തിട്ട് അമ്മയുടെ ഈ വീഡിയോ ഓഫ് ആക്കുമ്പോ പിന്നെ എടുത്തിട്ടല്ലേ. ഏത് പടാ കാണാൻ പോന്നെ? കാട്ടാള മൂവി കാണാൻ വേണ്ടി നമ്മൾ കാട്ടാള മൂവി കാണാൻ വേണ്ടി കയറുക. കണ്ടിട്ട് വന്ന് റിവ്യൂ ഇടാം. ഓക്കെ, ഇവിടെ വന്നത് ദേവി കേട്ടോ, പെരുമ്പുഴ ദേവി പുതിയ തിയേറ്റർ. പെരുമ്പുഴ ദേവി നോക്കിട്ട്. ഓക്കെ ബൈ. ആകാശ് ചുമ്മാ പുതിയ ഫോണ്ടാത്. ഹായ്.
നല്ല റിവ്യൂ ടീമായിട്ട് ഇവിടെ പടം കാണാനായിട്ട് വന്ന് ടീമായിട്ട് ഇറങ്ങിയത് ടിക്കറ്റ് കൊള്ളാലോ തിയേറ്റർ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞങ്ങള് കാട്ടാളം കാണാൻ വേണ്ടി വന്നു. പിന്നെ ഒപ്പീനിയനോ? ഓക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊള്ളാം. ആക്ഷൻ ഒക്കെ സൂപ്പർ ആയിട്ട് ഇടിയേച്ചു. എനിക്ക് ലാഗായിട്ട് ഫീൽ ചെയ്തു, സീരിയസ് ആയിട്ട്. പടം ഈ സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ഓക്കെ, കോരിയ ചെയ്തേക്കുന്നൊക്കെ ഓക്കെ, പക്ഷെ ഭയങ്കര സ്ലോമോ, ഭയങ്കര ബീജിയവും ഒരു അവിയല്, ഒരു സത്യം പറഞ്ഞ ഒരു അപരാധം. അങ്ങനെ പറയാതെ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ രീതിയിൽ പലർക്കും ഇഷ്ടപ്പെടാതിരിക്കും. കൊള്ളാം. എനിക്ക് ഭയങ്കര ലാഗായിട്ട് ഫീൽ ചെയ്തു. പിന്നെ കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. ഹലോ, നോർമലി കണ്ടോണ്ടിരിക്കാം ഒരു വട്ടം. പറയാമോ? പടം കണ്ട് ഇറങ്ങി ഒരു വട്ടം കാണാം. എനിക്കത് അങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ സൂപ്പർ. അരമണിക്കൂർ ഞാൻ സിനിമ കണ്ടിട്ടുണ്ട് കേട്ടോ. അരമണിക്കൂർ ഇതിനെ കുറിച്ച് അഭിപ്രായം വേണം. എനിക്ക് ഓക്കെ, ഇത്രേ ഉള്ളൂ. സ്റ്റണ്ട് കൊള്ളായിരുന്നു, ആക്ഷൻ അതെനിക്ക് ഇഷ്ടം. എത്ര മണിക്കൂറുണ്ടോ? നമ്മള് കണ്ടില്ലല്ലോ, പകുതി നമ്മള് കണ്ടില്ല. എത്ര മണിക്കൂർ? പകുതി അരമണിക്കൂർ വെളിയിലായിരുന്നു. ടിക്കറ്റിന്റെ കുറച്ച് വിഷയം ഉണ്ടായിരുന്നു, സീറ്റിന്റെ. അങ്ങോട്ട് പോ, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട്. ഷോ തുടങ്ങിയത് ഇപ്പൊ സമയം എത്രയും 1.5 മണിക്കൂർ പടം, അരമണിക്കൂർ സ്ലോ. പ്രതിഷേധിച്ച് ആകാശപൂജ തിയേറ്റർ തുടങ്ങുന്നു അവിടെ. അങ്ങനെ പടത്തിനുണ്ടെന്ന് ഹരിമോഹൻ. സൂപ്പർ പടം. സത്യം പറഞ്ഞ സ്ലോമോ ഒരു വട്ടം കാണാം, അല്ലേ? ഒരു വട്ടം. എനിക്ക് പ്രത്യേകം പറയാ, ജഗദീഷ് ചാവത്തിന്റെ കൊള്ളാം, പക്ഷെ ഒരു വട്ടം കാണാം. പക്ഷെ നീ പറയാനുള്ളൂ. പറഞ്ഞ അഭിപ്രായം എന്തോ? ഏപ്പടെന്ന് പറഞ്ഞ ഞങ്ങളെ കൊണ്ടുവന്നേ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ അവന്റെ പേരെന്തോ, ഗെയിമർ കലയ്ക്ക് പറയല്ല, ഒരുവിധം കവരോട്ടെ കാണാൻ കൊള്ളാവോ? എനിക്ക് എത്ര പറയാനില്ല. നമ്മള് അപ്പൊ പോട്ടെ ഗൈസ്. അയ്യോ, അങ്ങനെ വീട്ടിലെത്തി, പരിപാടി എല്ലാം ഒതുങ്ങി. ഇന്നത്തെ ഡേ ഇത്രേ ഉള്ളായിരുന്നു. ഫുള്ള് ഇന്നത്തെ ഇത്രയല്ല, ഇതിലപ്പുറം ഉണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് ഇത്ര ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ സപ്പോർട്ട് കൂടി ചെയ്യുക. ഓക്കെ, ടാറ്റാ.